ഹായ് ഓൾ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഈ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് എവിടെ പോവാന്ന്? ഞാനും ഏട്ടനും കൂടെ കൊട്ടാരക്കര വരെ പോവാം ട്രയൽ ടെസ്റ്റ് എടുക്കാൻ. ട്രയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിൻ്റെ ട്രയൽ ടെസ്റ്റാണ് ഇതിന് ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് വിളിക്കുന്നതിന് മുന്നേയുള്ള ട്രയൽ ടെസ്റ്റിന് പോവാം. ഇതിപ്പോൾ ഒരു 6-6:30 മണിയായിട്ടുണ്ട് രാവിലെ. നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ട്രയൽ ടെസ്റ്റിന് പോയത്. വീട്ടിൽ നിന്നൊരു 5:30 ആയപ്പോഴത്തേക്കിന് ഇറങ്ങിയതാണ്. 6-6:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ ഏകദേശം കൊട്ടാരക്കര എത്തി. ഇപ്പോൾ കൊട്ടാരക്കര എത്തിക്കഴിഞ്ഞു. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയും വെള്ളവും എല്ലാം കൂടെ ആയിട്ട് ടെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു അന്തരീക്ഷത്തിലാണ് ഇന്ന് പോകുന്നത്. ഇതിപ്പം കൊട്ടാരക്കര എത്തി. ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ മിക്കപ്പോഴും കയറുന്നൊരു ചായക്കടയുണ്ട്. അവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പല്ലേ, തണുത്ത അന്തരീക്ഷമല്ലേ, അപ്പോൾ ഒരു ചൂട് ചായയൊക്കെ കിട്ടിയാൽ അങ്ങനെ ഞങ്ങൾ ചായ മേടിക്കാനായിട്ട് ചായക്കടയിൽ നിൽക്കുക. ഏട്ടനാട്ടോ ചായ മേടിക്കാൻ നിൽക്കുന്നത്. ഈ കടയിൽ നല്ല ഇലയപ്പം കിട്ടും. ഞങ്ങൾ കൊല്ലംകാരെ ഇലയപ്പം എന്നൊക്കെ പറയും. ഇത് നിങ്ങൾ ഇനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇലയപ്പമെന്നും ഇലയടയെന്നും ഒക്കെ പറയാറുണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും ഇതുവഴി പോകുമ്പോൾ ഈ കടയിൽ കയറി കഴിക്കാറുണ്ട്. നല്ല ചായയും നല്ല ഇലയടയും ഒക്കെ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. കാര്യം ടെസ്റ്റിന് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അത്യാവശ്യം ഞങ്ങൾ ഇറങ്ങിയ ടൈമിൽ ചെറുതായിട്ട് മഴയുള്ളായിരുന്നു. ഇതിപ്പോൾ കൊട്ടാരക്കര എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. ഇനി മഴയൊക്കെ മാറിയെങ്കിലല്ലേ നമുക്ക് ട്രയൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഒരു ചായയൊക്കെ കുടിച്ച് മഴയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു അന്നേരം. മഴയാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അറിയാമല്ലോ, മഴയും തണുപ്പും മഞ്ഞും എല്ലാം കൂടെ ആയിട്ട്. ഇതെൻ്റെ വണ്ടി കേട്ടോ. അത്യാവശ്യം മഴ നനഞ്ഞ് സുന്ദരിയായിട്ടിരിക്കുക വണ്ടി. നമുക്ക് ട്രയൽ ടെസ്റ്റ് എടുക്കുന്നത് കണ്ടാലോ? ഇതിപ്പോൾ ഗ്രൗണ്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ കയറി ആകെ ചെളിയൊക്കെ ആയിട്ട് കുളമായി കിടക്കുക ഗ്രൗണ്ട്. ഇതിപ്പോൾ എച്ചിൻ്റെ ട്രയൽ ടെസ്റ്റ് എടുക്കുന്നതായി കാണുന്നത്. ഇനി അടുത്ത ഞാൻ 8ൻ്റെ ട്രയൽ ടെസ്റ്റ് എടുക്കുന്നത് കാണാം. അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എടുത്തു. ട്രയൽ ടെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാം. ഓക്കെ, ബൈ.